നൽകട്ടെ. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ വലിയ ദിക്ർ വേറെയില്ല, അതിൽ വലുത് വേറെയില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും അസ്രായീൽ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നാക്ക് കൊണ്ടൂല. നമ്മുടെ ശരീരത്തിൽ മരണസമയത്ത് ഏറ്റവും ആദ്യം കുഴയുന്ന അവയവം നാക്കാട് കേട്ടോ. മരണസമയം, മരണം ആസന്നമായ ഏറ്റവും കുഴഞ്ഞു പോകുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം നാക്കാം. ആ നാവ് പൊന്തി വരൂല, അതിങ്ങനെ കുഴഞ്ഞു കിടക്കും. അപ്പൊ എങ്ങനെ ചെയ്യില്ല? പിന്നെ അസ്രായീലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലാഹുവേ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവായിരിക്കെ 4 മാസം പൂർത്തിയായപ്പോ അസ്രായീൽ വന്നിട്ട് നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ കയറി നമുക്ക് ആത്മാവ് വിട്ടു തന്നു. അസ്രായീലിനെ അന്ന് നമ്മൾ കണ്ടില്ല. ആത്മാവ് വിട്ടു നമ്മളെ ഉമ്മ കണ്ടില്ല, വീട്ടിലെ ഉമ്മാമ കണ്ടില്ല, ഭർത്താവ് കണ്ടില്ല. പക്ഷേ ആ ഇട്ട ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അസ്രായീൽ കാലചക്രങ്ങൾക്ക് ശേഷം കടന്നു വരികയാണ്. അസ്രായീലിനെ കാണുമ്പോ, അസ്രായീലിന്റെ കൂടെയുള്ള 500 ചില്ലുവാനം മലക്കുകളെ കാണുമ്പോ ഞെട്ടിത്തെരിച്ച് അന്തിച്ചണ്ടാളിച്ച് കണ്ണ് തെള്ളി നോക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സമയം ചെല്ലും വിശ്വാസികൾ. ഞാൻ മരിക്കാൻ പോവുകയാണ്. മരണം അല്ലാഹുവേ ഞങ്ങൾക്ക് സന്തോഷമാക്കി തരണേ തമ്പുരാൻ. മരണം ഞങ്ങൾക്ക് ഒരു തീരാ ദുഃഖമാക്കല്ല റബ്ബേ. സന്തോഷം ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നുവരെ ചെയ്തു വെച്ച ആ അധ്വാനത്തിന്റെ പ്രതിഫലം വാങ്ങാൻ ഞാൻ പോവുകയാണ്. ഇങ്ങനെ സന്തോഷത്തോടു കൂടി കിടക്കുന്ന ഒരാൾക്ക് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ച എത്രയോ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുദ്രാവാക്യം പോലെ വിളിച്ച് ചൊല്ലി സന്തോഷത്തോടെ അല്ലാഹുവേ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ അനേകായിരം ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്നാൽ ചൊല്ലി മരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹബീബായ പ്രവാചകൻ പറയുന്നു. 6 വിഭാഗം ആളുകൾക്ക് ശ്രദ്ധിക്കണേ വിശ്വാസികളെ. ദിക്റിന്റെ സീരിയസ് ആയ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിക്ർ ചൊല്ലി മരിക്കാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ദിക്ർ ചൊല്ലിക്കൊടുത്താലും ചൊല്ലൂല. മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ മുന്നിലിരുന്ന് ബന്ധത്തിൽ